പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്ന് ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മന്ത് ഓഫ് പ്രെയറിൻ്റെ 7-ാം ദിവസം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി പ്രാർത്ഥനയിലും വചനചിന്തയിലും ഒക്കെ ആയിരിക്കാൻ കഴിഞ്ഞ 6 ദിവസങ്ങൾ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഈ ദിവസവും നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകുന്നതിനായി കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളാണ്. ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. അവിടെ ഒരു ഉപമയാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് തുടർമാനമായി ചിന്തിക്കുന്നുണ്ടല്ലോ നമ്മൾ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥന എന്നുള്ളത് പ്രധാനമായൊരു കാര്യമാണ്. എന്നാൽ ആ വിഷയം നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ നാം പ്രാർത്ഥനയിൽ മടുപ്പ് ഉള്ളവരായി മാറാറുള്ളത്? സാധാരണഗതിയിൽ നമ്മളൊരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് നാളുകൾ തുടർമാനമായ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടും ആ വിഷയത്തിൽ ഒരു പരിഹാരമോ മറുപടിയോ ഉണ്ടാകാതിരിക്കുമ്പോഴാണ് പലപ്പോഴും പല വിഷയങ്ങൾക്കും പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പുണ്ടാകാൻ സാധ്യതയുള്ളത്. ചിലപ്പോഴെങ്കിലും പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ മടുപ്പുള്ളവരായി മാറാറുണ്ട്. എന്നാൽ യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു ഉപമയാണ്, നമ്മൾ ഒരിക്കലും മടുത്തു പോകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പശ്ചാത്തലം അറിയാവുന്നത് കൊണ്ട് തന്നെ ആ വാക്യങ്ങളൊന്നും വായിക്കാതെ ഞാൻ ആ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കുവാനായി താല്പര്യപ്പെടുകയാണ്. വിധവയായ ഒരു സഹോദരി ആ ദേശത്തിൽ ഉള്ള ഒരു ന്യായാധിപൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആവശ്യം പങ്കുവെക്കുകയാണ്. എനിക്കൊരു പ്രതിയോഗിയുണ്ട്, ആ പ്രതിയോഗിയുടെ അടുക്കൽ ചെന്ന് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണം. എന്താ പ്രതിയോഗി? ആരാ പ്രതിയോഗി? എന്താ പ്രതിക്രിയ? അവിടെ എൻ്റെ കുറച്ചുകൂടെ കൃത്യമായി നമ്മൾ ഇംഗ്ലീഷിലെ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, എനിക്കെതിരെ ഒരു ശത്രുവുണ്ട്. ആ ശത്രു പല സമയത്തും എന്നെ ദ്രോഹിപ്പാൻ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കടന്നു വരുന്നുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി സംസാരിപ്പാനോ എനിക്ക് വേണ്ടി എൻ്റെ ന്യായം പറയാനോ ആരുമില്ല. അതുകൊണ്ട് എൻ്റെ ന്യായം പറയുവാൻ എൻ്റെ ഭാഗത്ത് റൈറ്റുണ്ട്, എനിക്ക് എൻ്റെ ഭാഗത്ത് ജസ്റ്റിസ് നീതിയുണ്ട്. എന്നാൽ അത് പറഞ്ഞ് എനിക്ക് തക്കയോഗ്യമായ ഒരു നീതി നടപ്പാക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത്. അദ്ദേഹത്തെക്കുറിച്ച്, ആ ഒരു ന്യായാധിപനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് ദൈവത്തെ ഭയമില്ല, മനുഷ്യൻ എന്ത് പറയുമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയുമില്ല. അതുകൊണ്ട് സ്വന്തമായി സ്വാർത്ഥനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സ്വാർത്ഥനായി ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ആരുടെ കാര്യങ്ങളിൽ തനിക്ക് താല്പര്യമില്ലാത്തയാളാണ്. എന്നാൽ അവിടെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഒത്തിരി തവണ പല ആവർത്തി ആ സഹോദരി അദ്ദേഹത്തെ സമീപിക്കുന്നു, അദ്ദേഹത്തെ അങ്ങനെ ആ വാക്ക് പറയുന്നു, ബുദ്ധിമുട്ടിക്കിയാൽ അദ്ദേഹം ഒടുവിൽ അവളുടെ നിർബന്ധം സഹിക്ക വയ്യാതെ അവൾക്ക് വേണ്ടി സംസാരിപ്പാൻ കടന്നു പോകുകയാണ്. എന്നാൽ ആ ഒരു ഭാഗം പറഞ്ഞു നിർത്തുന്നത് അടുത്ത ആ ഒരു സന്ദേശം കൂടെ നൽകിയിട്ടാണ്. അതെങ്ങനെയാണ്? അങ്ങനെ അനീതിയുള്ള, അല്ലെങ്കിൽ ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഇല്ലാത്ത വ്യക്തി ആ ഒരു വിധവയായ സഹോദരിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ, അദ്ദേഹത്തിൻ്റെ നീതി നടപ്പാക്കാൻ വേണ്ടി കടന്നു പോയെങ്കിൽ ദീർഘക്ഷമയുള്ള നമ്മുടെ ദൈവം തൻ്റെ വൃതന്മാർക്ക് വേണ്ടി എത്ര വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, വിധവയായ ഒരു സഹോദരി ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: അവളുടെ ഭാഗത്ത് നീതിയുണ്ട്, പക്ഷേ അവൾക്ക് വേണ്ടി ആ നീതിയെ ഉയർത്തിപ്പറയുവാൻ, അതിനെ ഒന്ന് ഉയർത്തിക്കാണിപ്പാൻ, അതിനെ ഒന്ന് എടുത്തു പറഞ്ഞ് സംസാരിപ്പാൻ അവൾക്ക് വേണ്ടി ഒരു സഹായം ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ ന്യായാധിപനെ സമീപിക്കുവാനിടയായിത്തീർന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് വിശുദ്ധ ആത്മാവിൽ എനിക്ക് പറയാൻ താല്പര്യമുള്ളൊരു സന്ദേശം: നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമ്മുടെ ഭാഗത്ത് നീതിയുണ്ട്, നമുക്കെടുത്ത് പറയാൻ ചില കാര്യങ്ങളുമുണ്ട്. പക്ഷെ പല സമയത്തും അടിച്ചമർത്തപ്പെട്ടവരെ പോലെ, അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവരെ പോലെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്
തള്ളപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ എത്തിച്ചേരാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുവാൻ, എനിക്ക് വേണ്ടി സംസാരിപ്പാൻ, എന്നെ ഒന്ന് കരുതുവാൻ ആരുമില്ലാതായല്ലോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. പക്ഷേ അവിടെ നമുക്കുള്ള ഒരു ഉറപ്പ് ഇതാണ്: നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ, അഥവാ നമ്മൾ നീതിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ഉന്നതങ്ങളിൽ ഒരു നീതിമാനായ ദൈവമുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടി ദൈവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉണ്ടാകേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ നീതിയുള്ളവരായിരിക്കണം. സ്തോത്രം. 2, ഒന്ന് ശ്രദ്ധിക്കണം. യേശു ആ ഉപമ പറയുമ്പോൾ വേണമെങ്കിൽ ഒരു സഹോദരി എന്ന് പറയാമായിരുന്നു. പക്ഷേ ഒരു വിധവയായ സഹോദരി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണത്തിലേക്ക് യേശു വന്നത്? തീർച്ചയായും ഒരുപക്ഷെ നമ്മളത് വായിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ എത്തിയില്ല എങ്കിലും അതിൻ്റെ ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സാധാരണഗതിയിൽ ഒരു ഭവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ഭവനത്തിലെ കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് ക്രമീകരിക്കേണ്ടുന്നത് ഭവനത്തിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ പിതാവാണ്. എന്നാൽ ആ പിതാവിൻ്റെ ആബ്സൻസ് എന്ന് പറയുന്നത് ആ ഭവനത്തിലെ ഏറ്റവും വലിയ ഒരു ശൂന്യതയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിധവയായ സഹോദരി. അതിൻ്റെ അർത്ഥം അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹായഹസ്തമായ, അവളുടെ മുൻപിൽ അവൾക്ക് ധൈര്യവും സംരക്ഷണവും പകരേണ്ടുന്ന അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ന് അവൾ ഒറ്റപ്പെടലും ജീവിതത്തിൽ സംരക്ഷണമില്ലായ്മയും അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് ചിന്തിച്ചേ, ഒരുപക്ഷെ ഇതിന് തുല്യമായ, ഇതിന് സമമായ ചില സാഹചര്യങ്ങളിലൂടെ നമ്മളും പലപ്പോഴും കടന്നു പോകാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മെ കരുതേണ്ടുന്നവർ, നമ്മെ സഹായിക്കേണ്ടുന്നവർ, നമുക്ക് സംരക്ഷണം തരേണ്ടുന്നവർ പലരും അത് ചെയ്യാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചില സമയത്തെങ്കിലും നമ്മുടെ കൂട്ടു സഹോദരന്മാരും കൂട്ടു സ്നേഹിതരും മാതാപിതാക്കളും നമ്മൾ കരുതുമെന്ന് ചിന്തിച്ച പലരുമൊക്കെ നമ്മളെ കരുതാതെ പോയ ചില സാഹചര്യങ്ങൾ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഭക്തൻ പാടിയത് ഇങ്ങനെയാണ്: കണ്ടിട്ടും കാണാതെ പോയ പ്രിയ സ്നേഹിതന്മാർ തനിക്കുണ്ടായി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തന്നെ കരുതുമെന്ന് ചിന്തിച്ച പല സ്നേഹിതരും കണ്ടിട്ടും കാണാത്തതുപോലെ തന്നെ വിട്ട് മാറിപ്പോയി. ഇതുപോലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് വരാറുണ്ട്. പലപ്പോഴും നമുക്ക് സമൃദ്ധിയും സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളിൽ, വേദനാജനകമായ സാഹചര്യങ്ങളിൽ, പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ചില ബുദ്ധിമുട്ടുകളിൽ നമ്മളെ വിട്ട് മാറി നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ മാറുമ്പോഴും മാറിപ്പോകാത്ത ഒരു ഉന്നതനായ ദൈവം നമുക്കുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിച്ച്, സാഹചര്യം നമുക്ക് പ്രതികൂലമാകുമ്പോഴും ആരും നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴും ഒറ്റയ്ക്ക് നമ്മളെ വിടാതെ കൈപിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം വായിച്ചു തുടങ്ങിയ ഭാഗം എങ്ങനെയാണ്? മടുത്തു പോകാതെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് പറയാൻ കഴിയും, ഞാൻ ഒറ്റയ്ക്കല്ല, പകരം എൻ്റെ കൂടെ യേശുവുണ്ട്. അപ്പോൾ ഇന്ന് ഒറ്റപ്പെടൽ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കായെന്നൊരു തോന്നലുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ബലം തരുന്ന ഒരു ദൈവത്തിൻ്റെ സന്ദേശം ഇതാണ്: നിൻ്റെ ഒറ്റപ്പെടൽ മാറുവാൻ, നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ മാറുവാൻ ഒന്ന് മാത്രം ചെയ്യുക, ആ ദൈവപാദപീഠത്തിൽ പ്രാർത്ഥനയ്ക്കായി സമയം ചിലവിടുക. പ്രാർത്ഥനയിലൂടെ നാം നേടിയെടുക്കുന്നത് ചില ബന്ധങ്ങളാണ്. പ്രാർത്ഥനയിലൂടെ നാം നേടിയെടുക്കുന്നത് ചില സഹായഹസ്തങ്ങളാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭ്യമായി തീരുന്നത് നമ്മുടെ കൂടെ എന്നുമുള്ള ദൈവത്തിൻ്റെ കരമാണ്. തീർച്ചയായും 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ അത് നടപ്പാക്കി തരുന്നൊരു ദൈവമുണ്ട്. 2, നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റപ്പെടലുകളിലും നാം ഒറ്റയ്ക്കാകത്തില്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട്. 3, അവിടെ പറഞ്ഞിരിക്കുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ശ്രദ്ധിക്കണമേ, ആർക്ക് വേണ്ടിയാണെന്നവിടെ പറഞ്ഞിരിക്കുന്നു? തൻ്റെ മൃതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ നിലകൊള്ളുന്ന, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി
പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. പല സമയങ്ങളിലും നാം മനസ്സിലാക്കാറുള്ളൊരു കാര്യമുണ്ട്, ദൈവനാമത്തിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് പല സമയത്തും നമുക്ക് ലഭ്യമായി തീരേണ്ട ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. കർത്താവിൻ്റെ നാമം നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് മാറ്റി നിർത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ മൃതന്മാർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അപ്പോൾ നമ്മൾ വില കൊടുക്കുന്നതൊന്നും വൃഥയല്ല, നഷ്ടമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തീർച്ചയായും നമ്മൾ പറയാറുണ്ട്, ഇന്നയാൾ, ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ന കാര്യമാണ്. ചിലർ പറയും, എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, എൻ്റെ ഫാമിലി സ്റ്റാറ്റസാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ കുടുംബമാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, എൻ്റെ ഹെൽത്താണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നൊക്കെ പലരും പറയുമ്പോൾ, ഇവിടെ നമുക്ക് ഈ വേദപുസ്തക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം ഇതാണ്, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട്. സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ദാവീദ് തൻ്റെ ജീവിതത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയുണ്ടല്ലോ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ദാവീദ് എടുത്തു പറയുകയാണ്, എൻ്റെ ഇടയനായ യഹോവ. അതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ, എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അത് പറയണമെങ്കിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാകണം ദൈവവുമായിട്ട്. ആ ബോണ്ട് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മടുത്ത് പോകാത്ത ഉള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാനെൻ്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒന്ന് ശ്രദ്ധിക്കണമേ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. പക്ഷേ മടുത്തു പോകാതെയുള്ള ഒരു പ്രാർത്ഥന അത് വളരെ കുറവാണ്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയുടെ 7-ാം ദിനത്തിലും നാം തിരിച്ചറിയേണ്ടുന്നൊരു കാര്യമുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ അല്പം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് വരും, അല്പം ദിവസങ്ങൾ കൂടെ പ്രാർത്ഥിക്കേണ്ടി വരും. എന്നാൽ മടുപ്പില്ലാതെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. 2, ഒരുപക്ഷെ പല ആളുകളും പറയും, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ നമുക്കൊരു ഉറപ്പുണ്ടാകണം, ഇല്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ മടുത്തു പോകത്തില്ല. ഈ ദിവസം 3 ചിന്തകളാണ് നമ്മൾ പങ്കിട്ടത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. 1, നമ്മുടെ പക്കൽ നീതി ഉണ്ടെങ്കിൽ ദൈവം ആ നീതിയെ നമുക്ക് നടപ്പാക്കി തരും. 2, ഒരുപക്ഷെ നിങ്ങൾ ഏകനാണെന്ന് തോന്നിയാലും മടുത്തു പോകാതെ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായും ഒറ്റയ്ക്കാകാതെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ടാകും. 3, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. തീർച്ചയായും മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനിടയാകട്ടെ. സർവശക്തനായ ദൈവം ഈ ദിനത്തിൽ നമുക്ക് നൽകിയ ഈ ശക്തമായ സന്ദേശത്താൽ അധികം ബലത്തോടെ, അധികം ധൈര്യത്തോടെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ നമ്മളെ ഓരോ ദിനവും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. God bless you.